നമസ്കാരം. ലോകജാലകത്തിലേക്ക് സ്വാഗതം. ആനന്ദ് TV അവതരിപ്പിക്കുന്ന ലോകജാലകത്തിൽ വിവിധ മേഖലകളിൽ തനത് വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികളെയും കാണാത്ത ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളെയും അറിയാൻ ആഗ്രഹിക്കുന്ന സംഭവ വികാസങ്ങളും കാണാ കാഴ്ചകളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. പ്രായഭേദമന്യേ എല്ലാവർക്കും പോകാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് കടൽ തീരം. വിഷമം വന്നാലും സന്തോഷം വന്നാലും കടലിനെ നോക്കിയിരുന്നാൽ സമയം പോകുന്നതേ അറിയില്ല. നമ്മളെ വശീകരിക്കാനുള്ള ഒരു കാന്തശക്തി കടലിനുണ്ട്. കടൽ തീരത്ത് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാഴ്ചയുണ്ട്. കുറെ മാലിന്യങ്ങൾ, മിക്കതും ബിയർ കുപ്പികളായിരിക്കും. മാലിന്യം നിക്ഷേപിക്കാൻ പ്രത്യേകം സ്ഥലം ഉണ്ടെങ്കിൽ പോലും ഈ മാലിന്യങ്ങൾ കടൽ തീരത്ത് ഉപേക്ഷിക്കുന്നത് ജനങ്ങളുടെ ഒരു സ്വഭാവമാണ്. എന്നാൽ ഈ സ്വഭാവം കാരണം അമേരിക്കയിലെ കാലിഫോർണിയയിൽ ഒരു വിസ്മയമുണ്ടായി. അതാണ് ഗ്ലാസ് പെബിൾ ബീച്ച്. ഇന്നത്തെ ലോകജാലകത്തിൽ നമ്മൾ അറിയാൻ പോകുന്നത് ഗ്ലാസ് പെബിൾ ബീച്ചിനെ കുറിച്ചാണ്. ശരിക്കും ഒരു സാങ്കല്പിക ലോകത്ത് എത്തിപ്പെട്ട പ്രതീതിയാണ് ഗ്ലാസ് പെബിൾ ബീച്ച് സഞ്ചാരികൾക്ക് നൽകുന്നത്. അമേരിക്കയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് കാലിഫോർണിയ. അമേരിക്കയിലെ ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനമായ കാലിഫോർണിയയിലെ ഒരു ചെറിയ പട്ടണമാണ് ഫോർട്ട് ബ്രാഗ്. അവിടെ സ്ഥിതി ചെയ്യുന്ന പ്രകൃതിയാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു അത്ഭുതമാണ് ഗ്ലാസ് പെബിൾ ബീച്ച്. പ്രകൃതി സൃഷ്ടി എന്ന് പറയുന്നത് സീ ഗ്ലാസുകൾ തന്നെയാണ്. തനതായ സീ ഗ്ലാസുകൾ തന്നെയാണ് ഈ ബീച്ചിന് ആഗോള ശ്രദ്ധ നേടാൻ കാരണമായത്. പണ്ട് ഗ്ലാസ് കുപ്പികളും മറ്റും വലിച്ചെറിയാൻ ഉപയോഗിച്ചിരുന്ന സ്ഥലം ഇപ്പോൾ പ്രകൃതി സൗന്ദര്യത്തിന്റെ പ്രതീകമായി പരിണമിച്ചിരിക്കുന്നു. എന്താണ് ഈ സീ ഗ്ലാസ്? മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് ഇതിന്റെ ഉത്തരം ആദ്യം പറയാം. കുപ്പികൾ, ടേബിൾ വെയർ, കപ്പൽ അവശിഷ്ടങ്ങൾ എന്നിവയിൽ നിന്ന് പൊട്ടിയ ചില്ല് കഷ്ണങ്ങളുടെ കുഞ്ഞു കണികകളാണ് ഇവ. ആരെയും അതിശയിപ്പിക്കുന്ന ഒരു പരിവർത്തനത്തിന്റെ കഥയാണ് ഇനി പറയാൻ പോകുന്നത്. 1906 ഫോർട്ട് ബ്രാഗ് നിവാസികൾ ഈ പ്രദേശത്തെ തങ്ങളുടെ വീട്ടിലെ മാലിന്യങ്ങൾ തള്ളുന്ന സ്ഥലമായാണ് കണ്ടത്. ദ ഡംസ് എന്നാണ് ഈ സ്ഥലത്തെ ആ പ്രദേശവാസികൾ വിളിച്ചിരുന്നത്. 1943 അവിടം മാലിന്യ കൂമ്പാരമായി മാറിക്കഴിഞ്ഞിരുന്നു. കടൽ തീരത്ത് ആരും ഇറങ്ങില്ല. ഇറങ്ങാൻ തോന്നിയാൽ പോലും കുപ്പിച്ചില്ലുകളുടെ കൂമ്പാരമായതിനാൽ അപകടം പറ്റുമോ എന്ന പേടിയായിരുന്നു നിവാസികൾക്ക്. മാലിന്യം തള്ളാനുള്ള സ്ഥലമായി ആ കടൽ തീരം മാറിക്കഴിഞ്ഞിരുന്നു. സുന്ദരിയായ കടലിനെ മനുഷ്യർ മലിനീകരിച്ചു എന്ന് വ്യക്തമായി പറയാം. ഫോർട്ട് ബ്രാഗ് ഏരിയയിൽ സൈറ്റ് 1, സൈറ്റ് 2, സൈറ്റ് 3 എന്നിങ്ങനെ 3 സൈറ്റുകൾ ഉണ്ടായിരുന്നു. നാൾക്കുനാൾ വർദ്ധിച്ചു വന്ന ഗ്ലാസ് മാലിന്യ നിക്ഷേപം തടയിടണമെന്ന് തോന്നിയ ചില സംഘടനകൾ ഇതിനെതിരെ ക്യാമ്പയിൻ നടത്തുകയുണ്ടായി. ആദ്യമൊന്നും പ്രദേശവാസികൾ സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് പതിയെ കടലിലേക്ക് മാലിന്യം തള്ളുന്ന പ്രവൃത്തി അവർ നിർത്തി. സമുദ്രം തന്നെ ജൈവ മാലിന്യങ്ങളെല്ലാം ദഹിപ്പിച്ചിരുന്നു. ബാക്കി വന്നത് കുപ്പിച്ചില്ലുകളും ലോഹങ്ങളുമാണ്. വിവിധ പദ്ധതികൾക്കായി ലോഹങ്ങൾ തിരഞ്ഞെടുത്ത് അവ പുനർനിർമ്മിച്ചു. ഗ്ലാസുകളും സെറാമിക്സുകളും മാത്രം ബാക്കിയായി. നദിയിലെ പാറകൾ വളരെ കൂർത്തതാണ്. എന്നാൽ കാലം കഴിയുന്തോറും ഈ പാറകൾ മൃദുവും മിനുമിനുത്തതുമായി മാറും. അതുപോലെ തന്നെയാണ് ഗ്ലാസിന്റെയും സെറാമിക്സുകളുടെയും കാര്യത്തിലും സംഭവിച്ചത്. വർഷങ്ങളോളം കടലിൽ കിടന്ന് ഈ ഗ്ലാസുകൾ മിനുമിനുത്തതായി മാറി. ഈ മിനുസമാർന്ന വർണ്ണാഭമായ ഗ്ലാസുകൾ കൊണ്ട് നിറഞ്ഞ ഈ കടൽ തീരം അടിമുടി മാറി. സീ ഗ്ലാസ് മിനുമിനുത്തതാകാൻ 20 മുതൽ 40 വർഷം എടുക്കും. ചിലപ്പോൾ 100 മുതൽ 200 വർഷവും. ഓരോ തിരയിലും പെട്ട് ഉരുണ്ടും മറിഞ്ഞും ഗ്ലാസുകൾക്ക് പതുക്കെ രൂപമാറ്റം വന്നു. ഫോർട്ട് ബ്രാഗ് പ്രദേശത്ത് മൊത്തത്തിൽ 3 ഗ്ലാസ് ബീച്ചുകളാണുള്ളത്. പണ്ട് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന കാലത്ത് 3 സൈറ്റുകൾ രൂപപ്പെട്ടതായി നേരത്തെ പറഞ്ഞിരുന്നു. ആ 3 സൈറ്റുകളാണ് ഈ 3 ഗ്ലാസ് ബീച്ചുകളായി മാറിയത്. അതിൽ സൈറ്റ് 2ഉം സൈറ്റ് 3യുമാണ് ഏറ്റവും മനോഹരം. സൈറ്റ് 1ൽ ഇപ്പോഴും മാലിന്യത്തിന്റെ അംശങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ സഞ്ചാരികൾ സൈറ്റ് 2ഉം സൈറ്റ് 3യും കാണാനാണ് വരുന്നത്. പച്ചയും നീലയും മഞ്ഞയും കൂടാതെ ഇളം പിങ്ക് നിറത്തിലുള്ള സീ ഗ്ലാസ് കഷ്ണങ്ങൾ വരെ അവിടെയുണ്ട്. അതിശയകരമായ ഒരു തീരമാണ് പ്രകൃതി സ്വയം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. അവിടുത്തെ ഓരോ ഗ്ലാസ് കഷ്ണങ്ങൾക്കും അതിൻ്റെതായ ഓരോ കഥകൾ പറയാനുണ്ട്. ഈ കടൽ തീരം കാണാൻ അനേകം വിനോദസഞ്ചാരികളാണ് എത്തുന്നത്. കടൽ തീരം നിറഞ്ഞു കിടക്കുന്ന സ്ഫടിക കല്ലുകൾ തന്നെയാണ് പ്രധാന ആകർഷണ കേന്ദ്രം. പ്രതിമാസം 1000-ലേറെ വിനോദസഞ്ചാരികൾ ഈ ബീച്ച് സന്ദർശിക്കുന്നു എന്നാണ് കണക്ക്. ലോകമെമ്പാടുമുള്ള സീ ഗ്ലാസ് പ്രേമികൾ ഇതിനെ അതുല്യമായ നിധിയായാണ് കണക്കുകൂട്ടുന്നത്. ഒരു കാലത്ത് വെറുപ്പോടെയും പുച്ഛത്തോടെയും ജനങ്ങൾ കണ്ട ഈ സ്ഥലം ഇപ്പോൾ പല ഇവന്റുകൾക്കും ആഘോഷങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്നു.
ഈ ഇവന്റുകൾക്ക് ഈ ഗ്ലാസ് കഷ്ണങ്ങൾ സൗന്ദര്യം നൽകുന്നു. വന്യജീവികൾക്ക് ഒരു ദോഷവും വരുത്താതെയും പരിസ്ഥിതിയിലേക്ക് രാസവസ്തുക്കൾ ഒന്നും തന്നെ പുറന്തള്ളാതെയും സുരക്ഷിതവും പരിസ്ഥിതി സൗഹൃദവുമായി തുടരുകയാണ് ഈ വിനോദസഞ്ചാര കേന്ദ്രം. ഇങ്ങനെ ഈ ബീച്ച് മറ്റുള്ള ബീച്ചുകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു. ഉപേക്ഷിക്കപ്പെടുന്ന വസ്തുക്കളെ സ്ഥായിയായ സൗന്ദര്യമാക്കി മാറ്റാനുള്ള പ്രകൃതിയുടെ കഴിവിന്റെ ഉദാഹരണമാണ് ഈ ബീച്ച്. ഇന്ന് ഗ്ലാസ് ബീച്ച് ഒരു സംരക്ഷണ പ്രദേശം കൂടിയാണ്. മാക്കറിക്കർ സ്റ്റേറ്റ് പാർക്കിന്റെ ഭാഗം കൂടിയാണ്. കേവലം ആസ്വാദനം മാത്രമാണുള്ളതെങ്കിൽ നല്ലതാണ്. പക്ഷേ സന്ദർശകർ ഈ മനോഹരമായ ചില്ലുകൾ എടുത്തുകൊണ്ടു പോകാൻ തുടങ്ങിയതോടെ വീണ്ടും ഒരു പ്രശ്നത്തിന് തുടക്കം കുറിച്ചു. അതുകൊണ്ട് തന്നെ ബീച്ചിന്റെ സ്വാഭാവിക ആകർഷണം നിലനിർത്താൻ സംസ്ഥാന ഉദ്യോഗസ്ഥർ സ്ഫടിക കഷ്ണങ്ങൾ സ്വന്തമാക്കുന്നതിൽ നിന്ന് സഞ്ചാരികളെ വിലക്കി. സ്ഫടിക കഷ്ണങ്ങൾ ചരിത്രപരമായ പുരാവസ്തുക്കളായി കണക്കാക്കി അവിടെ തന്നെ ഉപേക്ഷിക്കണമെന്നും പറഞ്ഞു. ഇപ്പോൾ ബീച്ചുകളെയും നദികളെയും സമുദ്രങ്ങളെയും പ്ലാസ്റ്റിക്കിൽ നിന്നും മറ്റ് മാലിന്യങ്ങളിൽ നിന്നും സംരക്ഷിക്കണമെന്ന ലക്ഷ്യത്തോടെ പല ക്ലീനപ്പ് ക്യാമ്പയിനുകളും നടക്കുന്നുണ്ട്. അമേരിക്കയിലെ ടീം സീസ് ഫണ്ട് റൈസിംഗ് ക്യാമ്പയിൻ സമുദ്ര സംരക്ഷണത്തിനു വേണ്ടി തുടങ്ങിയതാണ്. ഒക്ടോബർ 2021 തുടങ്ങിയ പരിപാടി ബീച്ചുകളിൽ നിന്നും നദികളിൽ നിന്നും സമുദ്രങ്ങളിൽ നിന്നും 30 മില്യൺ പൗണ്ട് മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ജൂലൈ 16, 2024 വിജയകരമായി പൂർത്തിയാക്കി. ബീച്ചുകളിൽ നിന്നുള്ള മാലിന്യ നിർമ്മാർജ്ജനത്തിനായി അമേരിക്കയിൽ നിരവധി ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. ഓഷ്യൻ ക്ലീനപ്പ് ക്യാമ്പയിൻ അതിനൊരു ഉദാഹരണമാണ്. സ്ഫടിക കഷ്ണങ്ങളിൽ താല്പര്യമുള്ളവർ ബീച്ചിന് സമീപമുള്ള ഫോർട്ട് മ്യൂസിയം കാണാൻ മറക്കരുത്. അമ്പരപ്പിക്കുന്ന രീതിയിൽ സ്ഫടിക ചില്ലുകളെ ഉപയോഗമുള്ള വസ്തുക്കളായി മാറ്റിയിരിക്കുകയാണ് അവിടെ. അതിനകത്തുള്ള ഗിഫ്റ്റ് ഷോപ്പിൽ നിന്ന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങുകയും ചെയ്യാം. നമ്മൾ വലിച്ചെറിയുന്ന ഗ്ലാസ് കഷ്ണങ്ങൾ കൊണ്ട് കമ്മലുകൾ, മാലകൾ, ചെയിനുകൾ തുടങ്ങി വിവിധ ഫാൻസി ഐറ്റംസും അതുപോലെ തന്നെ നമ്മുടെ വീടുകൾ അണിയിച്ചൊരുക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് നിർമ്മിത ആഡംബര വസ്തുക്കൾ വരെ അവിടെ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ സൗന്ദര്യമേറിയ സ്ഫടിക ചില്ലുകൾ വേണമെന്നുള്ളവർ മ്യൂസിയത്തിൽ പോകുന്നതാണ് നല്ലത്. കാരണം ഗ്ലാസ് ബീച്ചിലെ മിനുസക്കല്ലുകൾ എടുത്തുകൊണ്ട് പോകാനോ നശിപ്പിക്കാനോ ശ്രമിച്ചാൽ തുടർ നടപടികൾ നേരിടാനും അവർ തയ്യാറാകേണ്ടി വരും. വേനൽക്കാലത്താണ് ഈ ഗ്ലാസ് പെബിൾ ബീച്ച് സന്ദർശിക്കാൻ ഏറ്റവും നല്ലത്. മനുഷ്യൻ നശിപ്പിക്കാൻ ശ്രമിച്ച ഒരു ബീച്ചിനെ മനുഷ്യന് തന്നെ അത്ഭുതകരമാവണ്ണം പ്രകൃതി തിരികെ തന്നു. പല വർണ്ണങ്ങളാൽ തിളങ്ങുന്ന മിനുമിനുത്ത കണ്ണാടി കഷ്ണങ്ങൾ നിറഞ്ഞ ഈ തീരം എന്നും സഞ്ചാരികൾക്ക് ഒരു വിസ്മയം തന്നെയാണ്. ലോകജാലകത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.